ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കിഴക്കമ്പലത്താണ്. 2020 പഞ്ചായത്തിലാണ് വന്നുള്ളത്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നൊരു വില്ല പ്രോജക്റ്റിനകത്താണ്. ഇവിടെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. കിഴക്കമ്പലം മാർക്കറ്റിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. തൊട്ടടുത്തായിട്ട് ചാറ്റർ ഇൻ്റർനാഷണൽ സ്കൂളും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളും തൊട്ടടുത്ത് തന്നെയാണ്. 1/2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇവിടെ ഒരു CBSE സ്കൂളുണ്ട്. CBSE സ്കൂൾ വരുന്നത് സെൻറ്റ് മേരീസ് ആണ്. അവിടേക്കും 1/2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇനി പുക്കാട്ടുപടി ജംഗ്ഷനിലേക്കാണെങ്കിലും 2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു ഏരിയയിൽ നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. 3.5 സെൻറ്റ് ഭൂമിയിൽ 1760 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. നല്ല വീതിയുള്ള റോഡ് ടൈല് വിരിച്ചിരിക്കുകയാണ്. വില്ലയുടെ അകത്ത് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ഒന്ന് സ്ലൈഡിങ് ഗേറ്റും ഒന്ന് ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. ഇനി വെളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോമൺ വില്ലാണ് വന്നുള്ളത്. ഈ കാണുന്നത് വാട്ടർ സ്റ്റോറേജ് സ്പേസ് ആണ്. അതായത് KW വാട്ടർ സ്റ്റോറേജിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പമ്പ് ചെയ്യുന്ന രീതിയിലാണ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയൊരു വാഹനം ഈസി ആയിട്ട് കടന്നു വീഴുന്ന രീതിയിൽ പോർച്ച് കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. നല്ലൊരു വർക്ക് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം വിശദമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് ഈസ്റ്റ് സൈഡിലേക്കാണ്. മുഖദർശനം വരുന്നത് നോർത്തിലേക്കാണ്. നമുക്ക് അകത്തേക്ക് വരാം. നല്ല മരത്തിൽ തീർത്ത സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മേലെ ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ടും AC പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയായിട്ട് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനലാണ് വന്നുള്ളത്. നോർത്ത് സൈഡിലാണ്. ഇവിടെയായിട്ടാണ് ടി യൂണിറ്റിൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. നമ്മളിപ്പോൾ ഡൈനിങ് സ്പേസിലാണ് നിൽക്കുന്നത്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ സ്പേഷ്യസ് ആണ്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ധാരാളം വിൻഡോസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വാഷ് ഏരിയയിലേക്ക് വരാം. സെറയുടെ ഫിറ്റിങ്സ് ആണ് പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രാനൈറ്റിൻ്റെ മേലെ വാഷ് ബേസും കൊടുത്തിരിക്കുകയാണ്. അപ്പം താഴെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി ഒരു മിററിൻ്റെ ആവശ്യവും ഒരു ലൈറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. മുകളിലാണെന്നുണ്ടെങ്കിലും സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് ഏരിയ ഒതുങ്ങി മാറിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റെയറിനടിയിലേക്ക് വരാം. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് സ്റ്റെയറിനടിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് DB യൂണിറ്റ് വന്നിട്ടുള്ളത്. എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്വിച്ചസ് എല്ലാം വന്നിരിക്കുന്നത് GMൻ്റെ സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. വയർ വരുന്നത് V-ഗാർഡിൻ്റെയാണ്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിച്ചണിലാണ്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡും ഹൂബൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. സിറയുടെ മിക്സർ ടാപ്പാണ് വന്നിട്ടുള്ളത്. അതായത് സിങ്കൊക്കെ വന്നിരിക്കുന്നത് സിറയുടെ മിക്സറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രിഡ്ജ് വെക്കാനാണെന്നുണ്ടെങ്കിലും ഈ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് പവർ പോയിന്റ് വരുന്നുണ്ട്. ഈസി ആയിട്ട് ഒരു ഫ്രിഡ്ജ് കയറി ഇരിക്കുന്ന രീതിയിൽ ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഈസ്റ്റിലേക്ക് ഇറങ്ങാം. ഇവിടെയായിട്ട് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വരാനുള്ളത് ഇവിടെ ഒരു L ഷേപ്പിൽ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് വരാനുണ്ട്. സിങ്ക് വരാനുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരാനുണ്ട്. ഇവിടെ പവർ പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ വർക്ക് പെൻഡിങ്ങും ഉണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളിപ്പോൾ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ബെഡ്റൂം വന്നിരിക്കുന്നത് ഇത് വെസ്റ്റ് സൈഡും ഇത് സൗത്ത് സൈഡുമാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ബെഡ്റൂം വന്നുള്ളത്. മേലെ ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മിറർ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം.
നല്ലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. എല്ലാം സിറയുടെ ഫിറ്റിംഗ്സ് ആണ്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഡൈവേർട്ടർ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സോഫ്റ്റ് ഡ്രൈ കൊടുത്തിട്ടുണ്ട്. മേലെയായിട്ട് ഹീറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവറാണ് വന്നുള്ളത്. അപ്പോൾ ഒരു വെറ്റ് ഡ്രൈ നമുക്കൊരു വേണമെങ്കിൽ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാനുള്ള സ്പേസും കൂടി ഉണ്ട് നമുക്കിവിടെ. ഇനി ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ സൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 12 അടി നീളവും 11 അടി വീതിയാണ് ബെഡ്റൂമിൻ്റെ സൈസ് വന്നുള്ളത്. അതായത് ഒരു കിങ് സൈസ് ബെഡ് തെക്ക് വശത്തേക്ക് ഹെഡ് പൊസിഷൻ വരുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺജസ്റ്റഡ് ആവാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. മാത്രമല്ല സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡിൻ്റെ കളർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് വലിയൊരു വിൻഡോയാണ്. ഗ്ലാസ് ഇട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. സ്റ്റെയറിന് ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഈസി ആയിട്ട് കയറാം. നമ്മളിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. സ്പേഷ്യസ് ആയിട്ടൊരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മേലെ ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് ഇത് വരുന്നുണ്ട്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്. വേണമെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. നല്ലൊരു ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. ബെഡ്റൂമിലേക്ക് പോകാം നമുക്ക്. നമ്മളിപ്പോൾ ബെഡ്റൂമിലേക്കാണ് വന്നുള്ളത്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പം നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളം, 11 അടി വീതി. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. 3 പാർട്ടായിട്ടാണ് ഇവിടെ കബോർഡ് കൊടുത്തുള്ളത്. ഇവിടെയും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് ടേബിളിന് ഒരു മിറർ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഇനി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ വരുന്നുണ്ട്. LED ലൈറ്റുകൾ കൊടുക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് വരാം. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഹാഫ് പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, പവർ പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഡയവേറ്റർ പകരം മിക്സർ ടാപ്പാണ്. 3-വേ മിക്സർ ടാപ്പും റെയിൻ ഷവറും ഹീറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള വീടും കൂടിയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് എല്ലായിടത്തും ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഇട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. അതായത് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ നീളം 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് കബോർഡ് നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. എല്ലാ ബാത്റൂമും വെറ്റ് ഡ്രൈ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ്. ഇവിടെ ആയിട്ട് മിക്സഡ് ടാപ്പ് വരുന്നുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ഡബിൾ കളർ മിക്സ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ മാറ്റ്, ഭിത്തി മാറ്റ് തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയാണ്. ബെർത്ത് അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി റൂമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഇവിടെ ഫാൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വാട്ടർ പോയിന്റ് വരുന്നുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. ഒരു വാഷിംഗ് മെഷീൻ വെച്ചാൽ അലക്കി വിരിച്ചിട്ട് നമുക്ക് മേലെ ഇടാവുന്നതാണ്. അല്ലെങ്കിൽ അലക്കി നമുക്ക് ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗം ഇങ്ങനെയാണ്. ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന സ്റ്റെയർ ഒരുപാട് സ്റ്റീപ്പായിട്ടല്ല ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിൽ ഹാൻഡിലൊക്കെ കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മേലെ ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പേസും കൂടി യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ബാൽക്കണിയിലാണ് വന്നുള്ളത്. ഒരു 3 ചെയർ ഇടാനുള്ള സ്പേസ് നമ്മുടെ ബാൽക്കണിയിലുണ്ട്. കവേർഡ് ബാൽക്കണിയാണ്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ടഫുണ്ട് ഗ്ലാസ് വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. നമ്മളിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവുകയാണ്. ബസ് റൂട്ട് ഫ്രണ്ടേജ്, അതും കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ നല്ലൊരു വില്ലയുടെ അകത്ത് 3.5 സെൻറ്റ് ഭൂമിയിൽ 1760 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ സ്റ്റഡിയാണ്. ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 63 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിളാണ്. നല്ല ക്വാളിറ്റിയിലാണ് വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്നതുമായിട്ടുള്ള വീടുകൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.